ശരി മോനെ, നീ എവിടെയും പോകണ്ട, മഴയും കാറ്റൊക്കെയാണ് വരുന്നത്, പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വരാം പറഞ്ഞിട്ട് പോയ ആളാണ്. എൻ്റെ മോൻ എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടി പോയതല്ലേ, പിന്നെ തിരിച്ചു വന്നില്ലല്ലോ, പിന്നെ എനിക്ക് കാണാനും പറ്റിയിട്ടില്ല. എനിക്ക് എന്തായാലും എൻ്റെ മോനൊന്ന് കണ്ടു മുട്ടിയാൽ മതി. പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി അതിനുശേഷം കാണാതായി. അതിനുശേഷം ക്യാമ്പിൽ ഒരു ദുഃഖമായി മാറിയിരുന്നു ശരത്തിൻ്റെ അമ്മ സുബലക്ഷ്മി. പിന്നീട് മകൻ മരിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ അമ്മ സുബലക്ഷ്മിക്ക് കിട്ടി. ഈ ദുരന്തം നടന്ന് ഒരു വർഷമാകാറാവുമ്പോൾ ഇവിടെ ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിൽ സുബലക്ഷ്മി തോട്ടം തൊഴിലാളിയായി ജീവിതം തുടരുകയാണ്. ഒരു വർഷമാകുകയാണ്. അന്ന് ആ ക്യാമ്പിൽ മകനെ കാണാനില്ലെന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ച് നടക്കുന്ന അമ്മയെ ഞങ്ങൾ കണ്ടിരുന്നു. ഒരു വർഷം കഴിയുന്നു. എന്താണ് നിങ്ങളുടെ ഒരു ജീവിതം? ഞങ്ങളൊരു ജീവിതം പറഞ്ഞപ്പോൾ ഞാനൊരാൾ പണിയെടുത്തിട്ട് വേണം സാറേ. മൂപ്പർക്ക് പണിക്ക് പോകാനും ചെയ്യാനൊന്നും പറ്റൂല. ഹസ്ബൻഡിന് വീട്ടിൽ തന്നെയാണ്, കാഴ്ചക്കുറവാണ്. ശരത്തായിരുന്നു ഒരു അത്താണി. ശരത്തിൻ്റെ ഒരു തന്നെ ആയിരുന്നു. അവൻ എല്ലാം അവൻ തന്നെയായിരുന്നു, നോക്കലും പിടിക്കലൊക്കെ ആയിരുന്നു. നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിരുന്നു? നഷ്ടപരിഹാരം പറഞ്ഞാൽ മോന് മരിച്ചിട്ട് ഇങ്ങനെ 6 ലക്ഷം റുപ്യ കിട്ടിയിരുന്നു. വീടൊന്നും നിങ്ങൾക്ക് ആരും തന്നില്ല? വീട് പറഞ്ഞ ഒരു സംഘടനയായിട്ട് തന്നിരിക്കുന്നു. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ലിസ്റ്റ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം 2ാം പ്രാവശ്യം ഞങ്ങൾക്ക് ലിസ്റ്റിലും ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് ഒരു വീടുണ്ട്. ആ വീട് ഇപ്പോൾ ഞങ്ങൾക്ക് അതിനൊന്നും പണി ചെയ്യാനൊന്നും പറ്റില്ല. പകുതി പണിയോടെ നിന്ന് കിടക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ അരിപ്പറ്റ. അത് സർക്കാർ വാടക? വാടക നിന്നിട്ടിപ്പോൾ 3-4 മാസമായി. ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയത് പറഞ്ഞിട്ട് ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് വാടകയും നിന്നു. വീട് കിട്ടിയോ? വീട് കിട്ടിയിട്ട് ഇപ്പം ആ വീട് പണിയൊന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പം അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാണ്ട് പറ്റും. ഞങ്ങൾ കയ്യിൽ നിന്നാണ് ഇപ്പോൾ വാടക എടുത്ത് കൊടുക്കുന്നത്. പ്രതീഷും മോനും ശരത്ത് ബാബു എന്നാണ് എൻ്റെ മോൻ്റെ പേര്. ഈ 2ആളും പോയിട്ട് കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ കൊണ്ടേ ആക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് പോയതാണ് സാറേ. പിന്നെ ഞങ്ങൾക്ക് മോൻ കൂടി കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല സാർ. അകപ്പാടുണ്ടായത് എനിക്കൊന്ന് ഒന്നും എൻ്റെ കൈ വിട്ട് പോയി സാറേ. ആ വിഷമം എനിക്ക് ഇനിയും തീർന്നിട്ടില്ല. എനിക്ക്